പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഒന്നാമത്തെ അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായി വീടില്ലാത്തവർക്കായി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് 1000 കോടി രൂപ കൂടി അനുവദിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിത വീട് ഉറപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിക്ക് ഇതുവരെ 5184 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. 8 വർഷത്തിനുള്ളിൽ പദ്ധതിയിൽ 4,24,800 വീടുകൾ പൂർത്തിയാക്കി. 1,13,717 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. 5,38,518 കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് ഉറപ്പാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ അറിയിപ്പ്, ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 മാസത്തെ പെൻഷൻ തുകയാണ് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുവാൻ പോകുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3,200 രൂപ വീതമാണ് ലഭിക്കുക. ജനുവരി 24 വെള്ളിയാഴ്ച മുതലാണ് പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്തുണ്ടാകുക എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 1,600 കോടിയോളം രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തെ പെൻഷൻ തുകയോടൊപ്പം 1 മാസത്തെ കുടിശ്ശിക തുക കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത്. വലിയൊരു ആശ്വാസമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷനിലൂടെ ലഭിക്കുന്നത്. ഇനി 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഏപ്രിൽ മാസം തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തു തീർക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുവാൻ ഗുണഭോക്താക്കളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൻഷൻ തുക 1,600 രൂപയാണെങ്കിലും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചു മാത്രമേ പെൻഷൻ ആദ്യഘട്ടത്തിൽ അയക്കുകയുള്ളൂ. പിന്നീട് കേന്ദ്രവിഹിതം ആധാർ അടിസ്ഥാനമാക്കിയുള്ള DBT സംവിധാനത്തിലൂടെയാണ് അക്കൗണ്ടുകളിലേക്ക് അയക്കുക. കഴിഞ്ഞ പല മാസങ്ങളിലെയും കേന്ദ്രവിഹിത തുക ഇനിയും ലഭിക്കാത്തവർ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെടണം. അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. സ്മാർട്ട് ഫോൺ വഴി പെൻഷൻ സൈറ്റായ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഇക്കാരണങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ അറിയിപ്പ്, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ സാക്ഷ്യപത്രങ്ങൾ നൽകേണ്ട സമയമാണ്. വിധവാ പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലും നൽകാവുന്നതാണ്. നാലാമത്തെ അറിയിപ്പ്, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. അപകടങ്ങളും മറ്റും ഉണ്ടായ ശേഷം അറ്റകുറ്റപ്പണി ചെയ്ത് പുറത്തിറക്കുന്ന വാഹനങ്ങളിൽ അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റിന് പകരം സാധാരണ നമ്പർ പ്ലേറ്റുകൾ പിടിപ്പിക്കുന്നത് വ്യാപകമായി എന്നും ഇത് കുറ്റകരമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരം വാഹനങ്ങളിൽ നിന്ന് 3,000 രൂപ മുതൽ 7,500 രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. 2019 ഏപ്രിൽ 1 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ്. ചെറിയ കൂട്ടിയിടിയിൽ പോലും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾക്ക് കേട് സംഭവിക്കാറുണ്ട്. പകരം ലോക്കലായി നമ്പർ പ്ലേറ്റ് എഴുതി വാഹനത്തിൽ പിടിപ്പിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഇതിനെതിരെ പിഴ ചുമത്തപ്പെട്ട ഒട്ടേറെ പേർ പരാതിയുമായി എത്തുന്നുണ്ട്. ഇത്തരക്കാർ പിഴ അടച്ചേ മതിയാകും. നമ്പർ പ്ലേറ്റ് മാറ്റണമെങ്കിൽ വാഹനം വാങ്ങിയ ഡീലറെ സമീപിക്കണം. അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ വെബ്സൈറ്റിൽ ചേർത്ത് വേണം നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കുവാൻ. ഇതിന് ഡീലർക്ക് മാത്രമാണ് അധികാരം നൽകിയിട്ടുള്ളത്. 2019 ഏപ്രിലിന് ശേഷമുള്ള വാഹനങ്ങൾക്ക് സ്വകാര്യമായി നമ്പർ പ്ലേറ്റ് എഴുതി നൽകുന്നവർക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്നും RTO അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട 4 ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.